അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനാണ്. ഇന്ന് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ വീട് നിർമ്മാണം പൂർത്തീകരിച്ച് നിൽക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇനി റോഡിന്റെ കട്ട വിരിക്കലിന്റെ പണിയിലാണ്. മഴ ആയതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ അൽഹംദുലില്ലാ ഇനി ഈ വീടുകളെല്ലാം നമ്മൾ അർഹതപ്പെട്ട തിരഞ്ഞെടുത്ത കുടുംബങ്ങളെ കയ്യിൽ ഏൽപ്പിക്കണം. പ്രശസ്ത ബ്രാൻഡായ സ്റ്റോറീസ് ഫർണിച്ചർ അവരെ ഗ്രൂപ്പായ സോഡിയാസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് 100 ബെഡും 100 കട്ടിലും തന്നിട്ടുള്ളത്. ഇതുണ്ടല്ലോ, അത് ഫസ്റ്റ് ക്വാളിറ്റി ഇട്ടാണ്. അവരമ്മോട് പറഞ്ഞ അതിൻ്റെ ഉടമസ്ഥൻ കാക്കണ്ട് സൈർക്ക, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ണർമാരും പറഞ്ഞ വാക്ക്, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനം കൊടുക്കണം മാനുക്ക. അതിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ഫർണിച്ചറാണ്. കാരണം ഓരോ കട്ടിലും നല്ല ക്വാളിറ്റിയുള്ള കട്ടില്. കാരണം ഓലെന്നെ കോഴിക്കോടും ദുബായിലൊക്കെ ഓരോ സ്ഥാപനം ബ്രാൻഡഡ് സാധനങ്ങളായ സ്റ്റോറീസിന്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ സാധാരണക്കാർക്കുള്ളതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഫർണിച്ചറായ ബ്രാൻഡഡ് ഫർണിച്ചറായ സ്റ്റോറീസിന്റെ കമ്പനിക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 100 കട്ടിലും ബെഡൊക്കെ കൊടുന്നേരെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണ പോലെ മനസ്സ്. നിങ്ങളൊക്കെ അതിൽ പാർട്ണർമാർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഇത്രയും നല്ലൊരു മനസ്സ് കാണിച്ച്. പിന്നെ ഇവിടുത്തെ അച്ചായന്മാർ ഫാന് തന്ന് അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടുത്തെ പ്രഭാകരേട്ടൻ എല്ലാ സൗകര്യം അങ്ങ് ചെയ്തെന്ന് അങ്ങനെ പറഞ്ഞ ഒക്കെ തീരത്ത് ഒരുപാട് ആളുകൾ കിണർ കളിച്ചെന്ന്. ഇപ്പൊ റോഡ് സ്ഥലം ഞങ്ങൾക്ക് എടുത്തുന്നത് ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജി. ഇപ്പൊ റോഡും കട്ടിട്ടിരുന്നത് ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജി, അതായത് ബനിയാസ് സ്പേക്ക് അബുദാബിയിലെ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ കുടുംബങ്ങൾക്കൊക്കെ വീടായത്. വീട് ഒരുപാട് നല്ല മനുഷ്യസ്നേഹമുള്ള സഹകരണത്തോടെയാണ്. ഞാൻ പേര് പറഞ്ഞാൽ തീരൂല, അത്രക്കും നല്ല മനുഷ്യരുണ്ട്. പിന്നെ ഇന്ന് മറ്റൊരു സന്തോഷമുണ്ട്. നമ്മുടെ ആൾ കേരള ബേക്കറി അല്ലേ, ആൾ കേരള ബേക്കറി അസോസിയേഷന്റെ പിന്നെ ചെയർമാനും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവരെ വക നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് 5 വീട് നിർമ്മിക്കാൻ ഇപ്പോൾ അവർ തയ്യാറായി വന്നിട്ടുണ്ട്. അവര് കുറച്ച് സമയം നീണ്ടുപോയായിരുന്നു. പക്ഷേ അർഹതപ്പെട്ട പാവങ്ങൾ പോലെ മുന്നിലെത്തിയപ്പോൾ ആ സങ്കടം കണ്ട് 5 കുടുംബങ്ങൾക്ക് ഞങ്ങളെ വക എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം മാനുസാഹിബ് സൗകര്യം ചെയ്തു വെച്ചു. ആ സ്ഥല സൗകര്യം ഞാൻ ഏറ്റു. ഇന്നൂല് അതിന്റെ എത്രയും പെട്ടെന്ന് അതിന്റെ വർക്ക് തുടങ്ങി അത് പൂർത്തി. എന്താ നമ്മളെ പിന്നെ ബേക്കറി അസോസിയേഷൻ കേരളത്തിന്റെ ആണ് അല്ലേ? ബേക്കേഴ്സ് അസോസിയേഷൻ കേരള. ഞങ്ങൾ അവിടെ 2 ബേക്കറിക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട 5 ലക്ഷം രൂപ ആസിഫിനൊന്ന് വിളിച്ച് പിന്നെ അനസിന് അങ്ങനെ അടിച്ചു കൊടുക്കണ്ട. 5 ലക്ഷം രൂപ പെട്ടെന്നുള്ള സഹായം കൊടുത്തു. അതേമാതിരിയുള്ള ജോലിക്കാർക്ക് സഹായം കൊടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വീടിനെ പറ്റി ചിന്തിച്ചതും പിരിവ് തുടങ്ങിയതും. അപ്പൊ ഇതൊരു സ്വരൂപിച്ച് എത്തിയപ്പോഴാണ് മാനുക്ക ഞങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടത്. ഓരോന്നിനും ഓരോ സമയം. അത് ആരുടെ ആണെന്ന് ഇല്ലാതെ സ്ഥലം അറിയാതെ അങ്ങനെ കിടക്കായിരുന്നു. ഇപ്പൊ മാനുക്കാന്റെ ആണെന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ചെല്ലലും ഒരു മിസ് കോൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും മാനുക്ക ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്കത്. നിങ്ങൾ ഇത്രയും പുണ്യപ്രവൃത്തി ചെയ്യുമ്പോ, കാരണം ഇപ്പൊ നമുക്കറിയാം കച്ചവടങ്ങളൊക്കെ കമ്മിയുള്ള സമയ. നമ്മുടെ ദുരിതാശ്വാസ സഹായ സെല്ലിന്റെ ചെയർമാനും വൈസ് ചെയർമാനും ഇവിടെ ഉണ്ട്. അവര് സംസാരിക്കും. എന്താ പറയാ, നമ്മ കേരളേട്ടനൊക്കെ ഞങ്ങളെ കൂടപ്പറപ്പാണ് പറഞ്ഞ്. അപ്പൊ നമ്മളെ മൂത്ത കാരണവരാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു സന്തോഷിക്കാം. കാരണം നമ്മുടെ ബേക്കറി അസോസിയേഷൻ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് നിലവില് നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഇപ്പൊ കുറച്ച് വീടും കൂടി 5 എണ്ണം ഗവൺമെന്റും കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് വീടും വെച്ചുകൊടുക്കാം. അപ്പൊ നമ്മളെ ബേക്കറി അസോസിയേഷനിലൊക്കെ നിങ്ങള് അതായത് അവരിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കണം. അവർക്കൊക്കെ ഇതിന് കിട്ടുന്നതിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് നീക്കി വെക്കുന്ന വ്യക്തിത്വങ്ങളെ മൊത്തല്ലേ. പലരും കടത്തിലും നഷ്ടത്തിലും ഒക്കെ ഉടലുണ്ട്. പടച്ചോൻ കാക്കട്ടെ അല്ലേ. പറയും. അതെ, പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. അതിലിപ്പോ ഒരു മാതൃഭൂമി ന്യൂസ് പ്രകാരം മാതൃഭൂമിന്റെ ന്യൂസ് വന്നിരുന്നു. ഒരു അമ്മയും മകളും വളരെ ദുരിതം അനുഭവിക്കുന്നതാണ്. അത് അവരിപ്പോ ക്യാമ്പിലാണുള്ളത്. അവര് പിന്നെ ലീസ്റ്റിൽ വന്നില്ല ഗവൺമെന്റിന്റെ. ആ മാതൃഭൂമിയാണ് ന്യൂസ് പുറത്തു കൊണ്ടത്.
അപ്പൊ അവർക്കൊരു വീട് അർജന്റായിട്ട് എടുത്തു കൊടുക്കാനാണ് ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത്. 5 വീട് ഒന്നിച്ച് പക്ഷെ ഇത് ഇവിടെ എന്താ സംഭവം എന്നറിയോ, നമ്മളിപ്പോ ഒരുപാട് കുടുംബങ്ങൾ തെരഞ്ഞെടുത്ത് ഈ പാടിയിലൊക്കെ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് രേഖാമൂലമില്ല, അവർക്ക് സ്ഥലത്തിന്റെ ആധാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യമില്ല. അപ്പൊ പിന്നെ സർക്കാരിന് പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ. പക്ഷെ അങ്ങനെയാണ് നമ്മൾ സന്നദ്ധ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ടീമിനെടുക്കുക അല്ലെ. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണല്ലോ. അതെ. അതെ, നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ അവരെ സഹായിക്കലാണ്. അതെ. അപ്പൊ അത് സഹായിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ആ പൊന്നമ്മക്കും മോൾക്കുമാണ് ആദ്യത്തെ വീടിന്റെ മകളെന്ന് പറഞ്ഞാൽ അവര് ഭിന്നശേഷിക്കാത്ത പറച്ചനെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാം. നമ്മളിപ്പോ അവരെ കണ്ടിട്ട് ഇപ്പൊ ഒരു 2.5-3 മാസമായി. അപ്പൊ അവരോട് പെട്ടെന്ന് ചെയ്തു തരാൻ നമ്മൾ വാഗ്ദാനം ചെയ്താ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കണ്ടേ. തീർച്ചയായിട്ടും. നിങ്ങൾ കോഴിക്കോടല്ലേ? കോഴിക്കോട് എവിടെ നിങ്ങളെ കണ്ട? തന്നെയാണ് ഫ്രാൻസിസ് റോഡ്. എന്താ കണ്ട പേര്? ഞാൻ ഡെൽറ്റ ബേക്കറി. അപ്പൊ ഡെൽറ്റ ബേക്കറി കാക്കാന്റെ സീഗോ ബേക്കറി സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ. നിങ്ങളെ റോജിൻ ബേക്കറി എവിടെ? ഒജിൻ. അപ്പൊ എവിടെ അത്? കോഴിക്കോട് തന്നെ. നിങ്ങളുടെ മലബാർ ബേക്കറി എവിടെ? വയനാട് എവിടെ? മേപ്പാടി. നിങ്ങളതോ? ഫേമസ് ബേക്കറി മാനന്തവാടി തരുവാണ. അതിന്റെ ജലജ ബേക്കറി. ഇതൊക്കെ നമ്മുടെ കൂടപ്പുറപ്പല്ലേ? വയനാട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാണ് ഇവരൊക്കെ. സെക്രട്ടറിയാണ്, പിന്നെ വൈസ് പ്രസിഡന്റ്, ജില്ലാ ട്രഷററാണ്. അപ്പൊ നമ്മളിപ്പോ അടുത്ത ദിവസം തന്നെ തറപ്പണി തുടങ്ങി പണിയാണ്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഇനിയിപ്പോ നമ്മൾ വേനലാണ്, പേടിക്കല്ല. ഇവിടെ മഴ ആയതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടി നമ്മള്. കാരണം ഇപ്പൊ സർക്കാരിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ വീട് പണി നീണ്ടത് മഴ പുടുത്തം വിട്ട മഴയായിട്ടുണ്ട് അല്ലെ. ഇവിടുത്തെ മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാ. അപ്പൊ ആ ഒരു സാഹചര്യം ഇനി ആ ടെൻഷൻ ഇല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പണി തുടങ്ങാം. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ബേക്കറി അസോസിയേഷന്റെ എല്ലാവരുടെ പങ്കാളിത്തം ഇതിൽ നിർബന്ധം. എന്നെങ്കിലേ നമുക്കിത് ഒത്തൊരുമിച്ച് വിളിച്ച് ആ കാര്യം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്കിത് ഇല്ലേ എല്ലാ ജില്ലകളും ഓഫർ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. കൃത്യസമയത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരും. അത് ഉറപ്പല്ലേ നിങ്ങൾ ഈ പുണ്യപ്പെട്ട കാര്യത്തിന് ഇതല്ലേ? ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഓരോ കാര്യത്തിൽ ഇറങ്ങിയപ്പോഴും ഒക്കെ വിജയിച്ചിട്ടുണ്ട്. ബേക്കേഴ്സ് അസോസിയേഷൻ ജൈവ പ്രവർത്തിയിലൊക്കെ മുന്നോട്ട് വന്നിട്ട് വിജയിച്ചിട്ടുണ്ട്. ഏതായാലും അത് കാരണം ഞങ്ങള് മധുരം വിളമ്പുന്ന ആൾക്കാരാണല്ലോ. അതെ അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സ്, അതന്നെ ഞങ്ങളുടെ മെമ്പർമാരുടെ മനസ്സ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ. ഉണ്ടാവാതിരിക്കട്ടെ. ഇതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു മാനുക്കും നമുക്കൊക്കെ തെറ്റാണ്. അതോടൊപ്പം ഞങ്ങൾക്കും നിങ്ങളെ കച്ചവടത്തില് വിജയം ഉണ്ടാട്ടല്ലേ? അപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ കഴിയാ അല്ലേ? പ്രശ്നം സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊടത്തും പാടുള്ളതാണ്. കാരണം അവർക്കുള്ള ഡിപ്പോസിറ്റ് ഇല്ലേ? ഒറ്റ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേ മാനുക്കതിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ. അല്ല, നമ്മൾ വർക്ക് ചെയ്തല്ലേ, ഇതിന്ന് കിട്ടുന്ന ഒരു സുഖം വേറല്ലേ. ഇത് മനുഷ്യന് കോടികളായിട്ട് കെട്ടിക്കിടക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് കോടിയൊന്നും വേണ്ട, നല്ലൊരു മനസ്സ് മതി നമുക്ക്. എന്നാ തന്നെ മനുഷ്യന്റെ മുന്നില് നമ്മൾ വിജയം. മാനിക്കിന്റെ വീഡിയോ കാണുമ്പോ ഉള്ളിന്ന് മൂപ്പകൾ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടാ പറയാ. അല്ല, അത് സത്യല്ലേ. നമ്മള് ഉള്ളിൽ നിന്ന് ഒരു വികാരം ഉണ്ടാവും, ഒരു സങ്കട വികാരം. പണ്ടേ വീഡിയോ കാണുമ്പോ നമുക്കൊരു ഭാവം തോന്നുന്നു മനുഷ്യനോട്. അല്ല, ഇന്ന് ഞാൻ ഈ വീഡിയോ ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. 10-17 വർഷം നമ്മൾ ഒരാളെ മുന്നിലും വീഡിയോ വിട്ടില്ല. നാട്ടിൽ നമ്മൾ ചെയ്ത ആംബുലൻസ് സർവീസും പലിശരഹിത വായ്പ പദ്ധതിയും വീട് നിർമ്മാണം ഒക്കെ ആയിട്ട് ഒരുപാട് പടച്ചമ്പരാനും അറിയാം, അത് നമ്മളെ അള്ളിയും പടലക്കാരറിയാം. പക്ഷേ ഈ 2018 പ്രളയം ഉണ്ടായപ്പോ നമ്മൾ മാത്രം വിചാരിച്ചൊന്നും നടക്കൂല എന്നുള്ളതാണ് അന്ന് നമ്മളൊരു വീഡിയോ ഇട്ട്. എത്ര കുടുംബങ്ങൾക്ക് വീടൊരുങ്ങാൻ കഴിഞ്ഞു എന്നറിയാം. ബഹുമാനപ്പെട്ട വാരി ഫൗണ്ടേഷന്റെ മാധവട്ടം വന്നു, ആക്ടോം വന്നു, 43 വീട് ഓല് വെച്ചെന്ന് മൊത്തം നമുക്ക് ഒരുപാട്. ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായപ്പോ തന്നെ 3 വീട് നിർമ്മിക്കാറിയാ ഞങ്ങള്. എന്റെ ഏട്ടന്റെ മോന്റെ കല്യാണം നീട്ടി വെച്ചുകൊണ്ട് ആ കാശ് കൊണ്ട് 3 വീട് വെച്ചു കൊടുക്കാന്നുള്ള ഉപാധി എന്റെ 50 സെന്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതും കൊടുക്കാന്ന് വെച്ചിറങ്ങി. ഇപ്പൊ എത്ര വീടായി? 80 വീടിന്റെ മുകളില് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അടച്ചോനെ, പിന്നെ എത്ര സ്ഥലം, ഇതിൽ എത്ര കിണർ, എത്ര ഇപ്പൊ കുട്ടികൾ പെട്ടിപ്പീടിട്ടുള്ള ഇവിടെ ഞങ്ങക്ക് ഇനിയിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റും ഇട്ടുതരാണ്. അപ്പൊ നമ്മളെ പിന്നെ ബേക്കറി സൂപ്പർ മാർക്കറ്റിൽ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൂടെ നമ്മുടെ ഇതിൽ താമസിക്കാൻ വരുന്ന തീർത്തും അർഹതപ്പെട്ട രക്ഷിതാവില്ലാത്ത മരണപ്പെട്ടുപോയ അപകടത്തിൽ പോയി നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരു കുടുംബമുണ്ട്. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗം ഒരുക്കി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഞങ്ങള്. അതിൽ ഞങ്ങളെ സുൽഫി കൽപ്പഞ്ചേരി ദുബായിലുള്ള പിന്നെ സൗഹൃദ കൂട്ടായ്മന്റെ ചെയർമാനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ വകയാണ് ഫുൾ സാധനം.
അപ്പൊ ഈ കുഞ്ഞു മോനെ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അവന് വർക്ക് എന്തൊക്കെ കുഞ്ഞ വർക്ക്? ഓട്ടോമേഷന് വർക്കാണ്. പിന്നെ ഈ എന്താണ് വലിയ എന്താ പറയാ, സ്ട്രക്ചർ വർക്ക്, ഇതൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ നല്ലൊരു വലിയ കമ്പനിയാണ്. അപ്പൊ മോനോട് ഞാൻ ചോദിച്ചു, എന്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു ഓഹരി പാവങ്ങൾക്ക് നീക്കി വെക്കുന്ന പണിന്തേലും എടുത്തുകൂടെ വെച്ച്, മാനൊക്കെ എന്ത് വേണം ചെയ്യാറ്. എന്നാൽ നമ്മളാ ചുരൽമല മുണ്ടക്കൈ ദുരിതപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മിച്ച വീടിന്റെ അവിടെ ഒരു പെട്ടി നല്ലൊരു കടട്ടേര് വെച്ചു. അതും കൂടി ഒരു ബേക്കറിക്കാർക്ക് ഒരു പ്രചോദനം. അവരും തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ്. കാരണം ടീ ഷോപ്പിന് ഒരു കൂടുതൽ ഇത് മാർക്കറ്റ് ആകുന്ന ഒരു കാലാണല്ലോ. അതെ 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 അതെ, അത് വെറൈറ്റിയാണേ. ഓരോ കാരവൻ ഉണ്ടല്ലോ, വെറൈറ്റിയാ. അപ്പൊ അത് ഓൻ നിർമ്മിച്ചു തരാറുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബേക്കറിക്കാർ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ വീടേക്കണേ. അപ്പൊ ഓൻ അതിന്റെ അടുത്ത് തന്നെയാണ് പോലെ നമ്മളെ ബേക്കറി ഈ സ്ഥാപനം ഇട്ടിരുന്നു. അപ്പൊ നമുക്ക് അറിയാം ഏതൊക്കെ മോഡൽ ഇന്ന് ഓനക്ക് ഓഫർ കൊടുക്കണം. കാരണം ബേക്കറിക്കാരൊന്ന് സന്ദർശിച്ചോട്ടെ. അതെ 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 അതെ. അപ്പൊ എന്താ എവിടെ എന്റെ കൂടെ കമ്പനി? പടപ്പറമ്പില്. എന്റെ കൂടെ നമ്പർ ഒന്ന് പറഞ്ഞേ. 9567226480. മലയാളത്തിലൊന്ന് പറഞ്ഞേ. 95 67 22 64 80. ഇത് എന്റെ കൂടെ പേരെന്താ? ഫാസിൽ. അപ്പൊ നമ്മളെ ഫാസിൽ ഞങ്ങൾ വിളിക്കുക. ഫാസില് ഇത്രയും നല്ല മനസ്സും ചെറുപ്രായക്കാരനാണ്. പക്ഷെ ഓന്റെ ജീവിതത്തില് ഓനോട് ഒരു സംഗതി ഞങ്ങൾ പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു സങ്കടം പറഞ്ഞപ്പോ അത് ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കാൻ വന്ന കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് പണി തുടങ്ങും. പക്ഷെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ആവൂലേ? ഒരാഴ്ച കൊണ്ട് അവനെ പൂർത്തീകരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം ഇവിടെ അടുത്ത ദിവസം വെക്കുകയാണ്. അപ്പൊ ഈ കട്ടറില് 10 ദിവസമാണ് അവര് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് വെക്കുക. പക്ഷെ അത് നമ്മൾ ഇവിടുത്തെ വയനാട്ടിലെ ആൾക്കാരോട് ചോദിച്ചു നോക്കുക. നമ്മളെ എന്താ പറയാള്? ഇതില് ബേക്കറി സാധനങ്ങൾ വേണമെങ്കിൽ അതുപോലെ പടച്ചോനെ കേട്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു മൂലക്കെ ബേക്കറി വെക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കോട്ടെ ആൾക്കില്ലേ? അത് പറ്റൂലേ? ഇൻഷാ അല്ലാ. മഷ്കൂർ. അപ്പൊ നമ്മുടെ എന്താ നമ്മളെ ബേക്കറിന്റെ കട? ഫേമസ് ബേക്കറി എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തില് ഇതുണ്ട്. പക്ഷെ ഇത് ഇവിടുത്തെ വയനാട്ടില് ഫേമസ് ആണ് അല്ലേ? ഫേമസ് ആണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ നമ്മുടെ നിങ്ങളെ പേരെന്താ? റിയാസ് സാഹിബ് പറഞ്ഞ വാക്ക് ഇൻഷാ അല്ലാ മനസ്സാഹിബെ, നമുക്ക് ആ കട ഇട്ട് കൊടുക്കുമ്പോ അതിൽ ബേക്കറി ഇട്ട് കൊടുക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ സാധനം ഞാൻ കൊടുക്കാന്ന് ഇൻഷാ അല്ലാ. എന്തായാലും അഭിമാനം തോന്നില്ലേ നമ്മളെ ബേക്കറി അസോസിയേഷന് നമ്മളെ വയനാട് ചുരൽമല മുണ്ടക്കൈക്കാർക്ക് ചെയ്ത് കൊടുക്കണ പുണ്യം അല്ലേ? ആദ്യം ഞങ്ങൾ നിരവധി സാമ്പത്തികമൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ എവിടെ തപ്പി തടഞ്ഞിട്ട് നിന്നെ കണ്ടില്ലേ? പക്ഷേ അല്ലേ ഇൻഷാ അല്ലാ. ഇനി ആ കാക്ക പറഞ്ഞേ. പരിപാടികളായിട്ട് എല്ലാ സഹകരണവും ഉണ്ടാവും. നമ്മുടെ ബേക്കറി അസോസിയേഷൻ വയനാടിന്റെ എല്ലാ നിങ്ങൾക്ക് കച്ചവടം ഉണ്ട് കേട്ടോ പഠിച്ചോനെ അല്ലേ? ഇതാണ് കേട്ടോ നമ്മള് ബേക്കറി തിന്നരുത്, ഷുഗറാണ് മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. മധുരമില്ലാത്ത ഐറ്റംസ് ഉണ്ട് ഇവരടുത്ത് ഇല്ലേ? അങ്ങനത്തെ ഉണ്ട്, ഷുഗർ ഇല്ലാത്ത. അതെ. അപ്പൊ അതൊക്കെ നമ്മള് സാധനങ്ങൾ മേടിക്കുമ്പോ ഒരു കാര്യം ഉറപ്പിക്കുക, ഇവരത് നമ്മൾ എടുത്ത് കാണിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ 5 വീടാണ് പോലും നമ്മുടെ ചുരൽമല മുണ്ടക്കൈക്കാർക്ക് നിർമ്മിക്കുന്നത്. അതിന്റെ പുറത്ത് നേരത്തെ അപകടം സംഭവിച്ച സമയത്ത് 5 ലക്ഷം രൂപ മറ്റുള്ള വേറെ കടക്കെട്ടെടുത്തിട്ടുണ്ടല്ലോ നമ്മള്. 17 ലക്ഷം രൂപയോളം ഒരു ടോട്ടൽ ആ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സർക്കാരിലേക്ക് പിന്നെ ഭക്ഷണ സാധനങ്ങൾ ബ്രെഡ് കാര്യങ്ങളൊക്കെ അതേ സമയത്ത് നമ്മളെ കടയിൽ നിന്നുള്ള എല്ലാരും പാടെ മരിച്ചാണ്. ഒരുപാട് സമയത്ത് കണ്ടെയ്നർ നമ്മളാണ് കോഴിക്കോട്ട് പഠിച്ചോനെ അതിലെ ശേഷം പല ജില്ലകളിൽ നിന്ന് കണ്ടെയ്നർ വന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ കേട്ടല്ലോ ഞങ്ങള് ഒരു വിഷമം ഉണ്ടായപ്പോ ചേർത്ത് പിടിച്ചാൽ പോലെ അന്നേ ഓടിക്കണ്. ഇപ്പൊ സ്ഥലം കിട്ടാനില്ലാതെ 3 മാസമായി പോലെ ഇങ്ങനെ പിന്നെ ഒരാള് ആയിരുന്നു കിട്ടുക. അതും പഠിച്ചോ നമ്മളെത്തി എത്തിച്ചു. സമയത്ത് തന്നെ കോഴിക്കോട് ജില്ലയില് അവിടെ ഒരു അപകടം ഉണ്ടായല്ലോ, നമ്മളന്ന് കൊടുത്തില്ലേ പഞ്ചായത്ത് കംപ്ലീറ്റ്. അവിടെ എവിടെ ഒരു കുറ്റിയാടി എവിടെ ഇനി വൈസ് ചെയർമാൻ എന്താ പറയുള്ളത്? വളരെ സന്തോഷകരമായ ഒരു സമയമാണിത്. കാരണം ഞങ്ങളിപ്പം ഒരു ചുരമല കഴിഞ്ഞ പാടെ ഓരോ പ്രൊജക്ടുകളായിട്ട് അതിന് പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകം നമ്മൾ സ്ഥലം കിട്ടുന്നതാണ്. അതെന്ന് വെച്ചാണെങ്കിൽ ഇവര് എല്ലാവരും നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം കിട്ടുന്നത്. അമ്മോളൊക്കെ പാവാണല്ലേ. ഞങ്ങൾക്ക് പിന്നെ ഒന്നും കൂടി സ്പീഡായത് മാതൃഭൂമിയിലുണ്ടായിരുന്ന ന്യൂസ് വന്നപ്പോൾ അവരെ നമ്മൾ പോയി കണ്ടു. കാരണം മൂക്ക് തീരെ ഒരു സുഖമില്ലാത്ത ആളും അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ നമ്മൾ എന്തായിട്ടും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നുള്ള തിരയിലായിരുന്നു. അങ്ങനെയാണ് മണിക്കാനെ കണ്ടെത്തിയത് നമ്മള്. അപ്പൊ തന്നെ അത് പാസ്സായി. ഇപ്പം അതിന്റെ പണിയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാന്ന് പറഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കാണ് ബ്രാൻഡഡ് കമ്പനിയായ അല്ല എന്താ അതിന്റെ പേര്, സ്റ്റോറീസ് ഫർണിച്ചർ, നമ്മളെ കോഴിക്കോടുള്ള കേട്ടില്ലേ, അവരെ വകയാണ്
100 കട്ടിലും ബെഡും. അത് എങ്ങനത്തെ ഫസ്റ്റ് ക്വാളിറ്റി ബ്രാൻഡഡ് ഇതിലൊക്കെ സോഡിയമ്പാടെ കൂടിയ വല്ല കമ്പനിയിലുണ്ട് സോഡിയസിന്റെ അതാണ് ഓലാണ് കൊടുക്കുന്നുണ്ട്. അതിലാ നിറച്ചിട്ടൊക്കെ 2-3 വീട്ടില്. അപ്പൊ അങ്ങനെ എല്ലാരും പാടെ കൂടുമ്പോ എല്ലാം നടക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊരു വിഷമം ഉണ്ടാവുമ്പോ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ എല്ലാ വ്യവസായികളും ഓരോ തരത്തിലുള്ള സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങള് സംസ്ഥാന പ്രസിഡന്റ് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ബ്രെഡും കാര്യങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് മറ്റേ ഇതിലായിരുന്നു ഹെലികോപ്റ്ററിൽ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. അത്രത്തോളം ഏതായാലും ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ? പക്ഷെ ഞങ്ങളത് അല്ലാതെ പ്രചരിപ്പിക്കാറില്ല. പക്ഷെ മാനൊക്കെ പറയണത് പ്രചരിപ്പിക്കണം. അല്ല ഇവര് എന്നോട് വന്നപ്പോ ഇതൊന്നും നമ്മള് രഹസ്യമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞത് ഇത് പരസ്യമാവണം. നിങ്ങൾ ചെയ്യണ കണ്ടിട്ടാണ് മറ്റു സ്ഥാപനങ്ങളും ഇതേക്ക് മുന്നോട്ട് വരിക അല്ലെ? ഇപ്പൊ നമ്മളെ കേരളത്തിൽ എത്ര വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെ ഇപ്പൊ ആ കുട്ടി അടക്കം വന്ന് അതായത് ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ കാണുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാന്നുള്ള ചിന്ത വരിക. അപ്പൊ ആണ് പിന്നെ ഇത് പ്രവൃത്തി ചെയ്താണ് എങ്ങനെ പൂർത്തീകരിച്ചാണ് അതിൽ സന്തോഷം കിട്ടുക എന്നുള്ള ഇതിൽ ഓടി വരുന്നത് അല്ലേ? സന്തോഷം തന്നെ. പിന്നെ ഇപ്പൊ നിങ്ങളെ ആ അമ്മന്റെ വിഷമം അല്ലേ? ദുരന്തങ്ങൾ ഉണ്ടാവുമ്പേ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പം ചെറിയ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന കളക്ടർമാർക്കൊക്കെ അറിയാം. അപ്പൊ ആദ്യം വിളിക്കുന്നത് നമ്മളാണ്. കാരണം അപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. കാരണം അരി കൊണ്ടുവന്ന് വേവിക്കാനൊന്നും ഇവിടെ സമയമില്ല. അപ്പൊ നിങ്ങൾ ബ്രെഡ് പരമാവധി എല്ലാ ഷോപ്പിൽ നിന്ന് പെറുക്കിയിട്ടാണ് ആദ്യം തന്നെ കൂടെ വിടുന്നത്. പിന്നെ ബന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ പിറ്റേന്നൊക്കെ ഞങ്ങൾ അവസാനം ചെന്നിട്ട് ജാസ്തിയായിട്ട് വേണ്ടെന്ന് ജില്ലാ കളക്ടർ ഇനി മതി കൊടുത്തയക്കല്ലേന്ന് പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായി. അപ്പൊ ഏതായാലും എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാ. നമ്മളെ കോഴിക്കോട് ഒരു ദിവസം ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ വയനാട്ടിൽ വെച്ച് ആടുണ്ടാക്കാറുണ്ട്. അപ്പൊ അത് വേണ്ട, ഈ കോഴിക്കോട് വെച്ച് ഉണ്ടാക്കാറുണ്ട്. എവിടെയായാലും തിന്നാ ഇൻഷാ അല്ലാ. ഈ സ്നേഹം എന്ന് നിൽക്കട്ടെ അല്ലേ? നിങ്ങൾക്ക് എന്താ പറയണ്ട? ഇല്ല, ഞാൻ ബേക്കറിന്റെ കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റാണ്. പിന്നെ ഈ സ്ഥലം മാനുക്കാരനാന്നുള്ളത് അറിയാൻ കുറച്ച് വൈകി. ഞാനായിരുന്നു ഇവിടെ വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിരുന്നത്. പിന്നെ നമ്മള് മലപ്പുറം ജില്ല ബാവക്കാനായിട്ട് ബന്ധപ്പെട്ട് ബാവക്കയാണ് മാനുകാരായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. അതായത് ഞങ്ങള് കുറച്ച് ഒരു 2 മാസം മാനുകാരെ തെരഞ്ഞിട്ട് ഞങ്ങളെ സമയം പോയി. ഞങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് സ്പീഡായി കഴിയാൻ മാക്സിമം സ്പീഡാവും. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും ഇത് അല്ല ആദ്യം സ്റ്റാർട്ടാക്കിയിട്ട് പിന്നെ ആ അമ്മക്കും മോൾക്കേ ഇതിനുള്ള പ്രശ്നമല്ല. നമുക്ക് എല്ലാ പണിയും നടക്കണം. വയനാട് കമ്മിറ്റി കുറച്ച് ബാക്കോട്ട് വന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ചുറുചുറുക്കുള്ള നല്ല സ്റ്റേൺ ആയിട്ടുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരാണ്. നല്ലൊരു കമ്മിറ്റി ഇപ്പോൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ നല്ല സെറ്റപ്പിലാണ് ഇപ്പം നമ്മുടെ ബേക്കിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഈ കാര്യത്തിൽ അർപ്പിക്കുകയാണ്. അതായത് അതിന്റെ ഓരോ നിമിത്തങ്ങളുണ്ട്. ഇത്ര കാലമായിട്ട് ഞങ്ങൾക്ക് ഇത്ര സ്ട്രോങ് ഉള്ള ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടെത്തിയത്, അതിന്റെ സംഘാടകരെ കണ്ടെത്തിയത്. അപ്പൊ ഞാൻ വിജയിക്കട്ടെ അല്ലേ? അപ്പൊ എനിക്ക് മറ്റൊന്നും പാടെ പറയണ്ട്. നിങ്ങളമാരുള്ള ഈ മനസ്സ് ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്കുണ്ടെങ്കിൽ ഈ വയസ്സായ പിന്നെ ഓൾഡർമാരെ, അതായത് ഓൾഡ് ആയിട്ട് നീച്ചു നിൽക്കാൻ പോലും വെച്ചാത്തവും പിന്നെ വീണ്ടും കുപ്പായിട്ട് കണ്ട് രാഷ്ട്രീയം കെട്ടുന്ന ആൾക്കാരുണ്ട്. യുവാക്കളായ ആളുകൾക്ക് അതിന് വഴിയൊരുക്കി കൊടുത്തുകൊണ്ട് അവര് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടട്ടെ എന്ന് മാതൃക കാട്ടേണ്ട സാഹചര്യമാണ്. കാരണം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ് ചുറുചുറുക്കുള്ള യുവാക്കളാണ് ഇപ്പൊ നമ്മളെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ സംഘടനാ സ്ഥാപകർ എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ, അതേപോലെ ശങ്കരേട്ടൻ, വിശ്വേട്ടൻ, ഇവരൊക്കെ കുറച്ച് പ്രായമൊക്കെ മാറി നിന്നിട്ട് ചെറുപ്പക്കാരായ മാംഗോ ബേക്കേഴ്സ് മറ്റൊരു അവരുടെ മക്കള്, വിശ്വേട്ടന്റെ മക്കള് ചെറുപ്പക്കാരെ ഏൽപ്പിച്ചു. ഇനി അതിലും ചെറുപ്പക്കാരെ ഏൽപ്പിക്കാനാണ് അടുത്ത വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് മാതൃക. നമ്മളെ രാഷ്ട്രീയക്കാർക്കും ഈ മനസ്സ് വരട്ടെ. ഏറ്റവും ചെറുപ്പമുള്ളതാണ് വാക്ക. അപ്പൊ അത് അങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. ഏതായാലും ഒഴിഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും മടിയുണ്ട് കേട്ടോ. ഇതൊരു രസമാണല്ലോ. അല്ലേ, അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് ആ ഒരു രസം കിട്ടിയിട്ട്. ഇനി എന്തായാലും ഇങ്ങനെ അവരും ചിന്തിക്കട്ടെ, യുവാക്കൾക്ക് കൊടുക്കട്ടെ അല്ലേ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കേ. ഇൻഷാല്ലാ, താങ്ക്സ്. ആയിക്കോട്ടെ കേട്ടാ. ഇനി എന്താ പറയാനുള്ളത് നമ്മളെ ബേക്കറി അസോസിയേഷനെ പറ്റി? അതെ, സതക്കയാണ് നല്ലൊരു കാര്യത്തിൽ ഉപയോഗിക്കട്ടെ. കാരണം ഇവരൊക്കെ ബിസിനസ്സിലെല്ലാം ബർക്കത്തും എല്ലാം കിട്ടട്ടെ. ഉണ്ടാട്ടെ, എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേ. മധുരമില്ലാത്ത സാധനം കുറച്ചറപ്പ് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. അത് പാകാ. പിന്നെ ഇത് കുട്ടീനെ തോൾ പിടിച്ചാണ് ഓനെ നമുക്കൊരു സൂപ്പർ കട. ഇപ്പൊ ഇനി ബേക്കറിന്റെ കടക്ക് ഓനെ ഇട്ട് കൊടുക്കല്.
അതൊക്കെ ഇനി ഇവര് കാണട്ടെ ഓന്റെ കട, എന്നിട്ട് ഓന് കച്ചവടം ഉണ്ടാട്ടെ, അല്ലെ ഓന് ബിസിനസ് ഉണ്ടാട്ടെ. ഓന് വർക്ക് ഉണ്ടാകുമ്പോഴല്ലേ ഓൻ പറയണ് കൊല്ലത്തിൽ കണക്കൂട്ടിയിട്ട് ഒരു ഓഹരി പാവങ്ങൾക്ക് നീക്കി വെക്കുന്നു. അപ്പൊ ഓനാ മനസ്സന്നെ മതി, ഓനെ സപ്പോർട്ട്, ഓനെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പടപ്പറമ്പില് എന്തൊക്കെ വലിയതൊക്കെ ചെയ്യില്ല എന്റെ കുട്ടി, എന്തായാലും പറയാ ഉണ്ട്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കണേ അല്ലേ, പിന്നെ ഷട്ടർ ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഒക്കെ ഗ്യാരന്റിയോടെ, ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഓനായിട്ട് ബന്ധപ്പെടട്ടല്ലേ, ഇങ്ങനെ മനസ്സുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഓനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളു. അപ്പൊ ഓനക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓന് കൂടുതൽ കാര്യങ്ങൾ പാവങ്ങളെ സഹായിക്കാനും പിന്നെ ഓന് വർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഓന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ളവരെയുള്ള സപ്പോർട്ട് ചെയ്യും. അല്ല കിട്ടുന്ന മുഴുവൻ വാരി കൂട്ടിക്കാണ്ട് പോക്കറ്റിൽ അടിച്ച് മാറ്റിക്കാണ്ട് അവരാകും കൊടുക്കാതെ കാട്ടിക്കൂട്ടുന്നവന് കൊടുത്തിട്ട് എന്ത് കാര്യമെന്ന് ഞാനേ എന്താ പറയുള്ളത്. ഇത് ഞങ്ങൾ നിഹാൽമാഷ് എവിടെ ഞങ്ങളെ കൂടെ നാട്ടിലൊരു വിഷമം ഉണ്ടാകുമ്പോഴും ഓടി ചെല്ലും. പാവങ്ങളായിട്ട് ആംബുലൻസ് ഏറ്റവും ഇപ്പൊ എപ്പോഴും ഇന്നലെ ആംബുലൻസ് ആയിട്ട് മണ്ടേ ഒരു രാത്രി ആള് മരിച്ചിട്ട് രാത്രി 2 മണിക്ക് ഓനെ ഉറക്കില്ല. എന്താ പറയാനുള്ളത്, ഇവിടെ നിന്നപ്പോ എന്റെ കുട്ടി ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. ഞങ്ങൾ വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഇവിടെ വന്ന് കണ്ടത്. ഉഷാറായിട്ടുണ്ട്. നമ്മളെല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മളിവിടെ അപകടം ഉണ്ടായ ടൈമിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ, 5-6 ദിവസം ഇവിടെ തന്നെയായിരുന്നു. അന്ന് നമ്മളെല്ലാരും പറഞ്ഞു എല്ലാവരോടും ഇത് നമ്മളാരും നമ്മളെ കൈവിടൂല, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഒരു സന്തോഷമാണ് ഇത്, നമ്മള് കൂടെ തന്നെ ഉണ്ടല്ലോ അവര്. നമ്മളോൽക്കുള്ള ഉപജീവന മാർഗം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. ഞാൻ നൗഷാദ് ഇവിടെ നമ്മളെ നൗഷാദേ ഈ സംസാരിക്കണ ഇവിടെ ഭയങ്കര സന്തോഷമാണ്. എന്നാ പോവാ, ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ. വേഗം പറയും. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്. എത്രത്തോളം വീടുകൾ ഇവിടെ ഉണ്ടായി ഇത് ചെയ്തു കൊടുത്തു. അതേമാതിരി ബേക്കറി അസോസിയേഷൻ മുൻകൈ കൈയെടുത്തിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഇനി നമുക്കേ അവിടെ മുട്ടിലിനവർക്ക് കുറച്ച് സ്ഥലം കാട്ടി കൊടുക്കാണ്ട് നമ്മൾ വേഗം പോവാ. എന്നാ പോവാ, ഐറ്റായ കാണുമില്ല. എന്നാ വരി, വേഗം വരി. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ ടീമിനെ കണ്ടല്ലോ. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളെ കുറ്റൂര് അബ്ദുറഹ്മാനാജി പറഞ്ഞ മനുഷ്യ സ്നേഹിക്ക് നിങ്ങൾ വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെയുള്ളവരടുത്ത് പടച്ചമ്പുരാൻ സമ്പത്ത് കൊടുക്കട്ടെ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യരെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന മനസ്സിലുള്ള മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അബുദാബിയിലെ ബനിയാസ് സ്പേക്കിന്റെ ഞങ്ങളെ കൂടപ്പുറപ്പായ കുറ്റൂര് അബ്ദുറഹ്മാനാജി. നിരവധി സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിട്ട് തന്നെ മുമ്പുള്ള ബിസിനസ്സിലും ക്യാൻസർ രോഗം പിടിക്കപ്പെട്ടിട്ട് കീമോ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ആ ഡേറ്റിന് തലേന്ന് നിന്നെ വിളിച്ചു, മാനോ ഞാൻ അങ്ങനെ നാളെ ഡോക്ടറെ ടെസ്റ്റിന് പോവാ, കീമോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഈ കുട്ടി ദ്വായിൽ ഉൾപ്പെടുത്തിയായിരുന്നപ്പോ ഞാൻ അജിക്കാണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പടച്ചമ്പരാൻ സ്വീകരിച്ചിരിക്കണമെങ്കിൽ നാളെ അങ്ങനെ ഒരു കീമി ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ രോഗമില്ല എന്നുള്ള വിധിയെത്തുണ്ടാവും എന്നെ രാജിക്കാരൻ. ആജിക്ക പോയി പിറ്റേന്ന് ബഹുമാനപ്പെട്ട ഡോക്ടറെ ഇത് പോയപ്പോ ആ ഡോക്ടറാണ് വിധി എഴുതി, ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, കീമന്റെ ആവശ്യമില്ല. നോക്കാണ്, ദൈവത്തിന് ജാതി മതമൊന്നുമില്ല, നമ്മളുണ്ടാക്കിയ മനുഷ്യരുണ്ടാക്കിയ ജാതി മതമൊക്കെ നല്ല കാര്യം ആര് ചെയ്താലും ഒരു സംശയമില്ല ഓന്റെ കൂടെ പടച്ചമ്പുരാനുണ്ട്. അപ്പോ നമ്മളെ ബേക്കറി അസോസിയേഷന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, അവരെ മനസ്സൊന്ന് കാണുക. ഇത്രയും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തുവിട്ടാണ് ഇതിലില്ല. ഏതായാലും ഞാൻ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അവിടെ നമ്മളെ പുതിയ വീട് പണികൾ തുടങ്ങുന്നുണ്ട്, അത് കഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇത് നമ്മളെ ആലുവയിലുള്ള ഒരാളാണ്, പിന്നെ നമ്മളെ കാസർഗോഡുള്ള പടന്ന മഹല്ല് കമ്മിറ്റിന്റെ വീടാണിത്. ഇതിന്റെ വർക്കുകൾ ലാസ്റ്റ് ഘട്ടം ഇവരിഞ്ഞ് കുറച്ച് നമ്മളെ ബേക്കറി അസോസിയേഷന് ഇതിൽ വീടൊക്കെയുണ്ട്, ബാക്കി നമ്മൾ മുട്ടിലുമാണ്. ഇതേണ്ട ഇതൊക്കെ പണി ഇൻഷാ അല്ലാഹ് ഏകദേശം 1 മാസം 1.5 മാസം കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നു. കാരണം സജീവമാണ് വർക്ക്. ഇതിലൊക്കെ കിണറുണ്ട്. ഇതിൽ നമ്മളെ വല്ലപ്പുഴ അനീഫാജി പറഞ്ഞ അനീഫാജിന്റെ വക ഒരു കിണറ്, നമ്മളെ SYS പിന്നെ അവരെ വേറെന്തൊരു ഗ്രൂപ്പിന്റെ പേരുണ്ട്, നമ്മൾ കോഴിക്കോടുള്ള SYSന്റെ വക ഒരു വീട് ഒക്കെ അല്ല ഒരു കിണറ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രം ഇവിടെ ഉണ്ട് തൊട്ടടുത്ത്, പിന്നെ ചർച്ചുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. പള്ളിപ്പം ഉണ്ടാക്കിയതാ ഇവിടുത്തെ പ്രഭാരേട്ടന്റെ കാരണത്താല്, അതും സ്ഥലം വില കുറച്ച് കിട്ടി. എന്നാ പോവാ, ഞാൻ നിർത്താം. അതാണ് റോഡ്, ഇതൊക്കെ വീതി കൂടി വരും ഇൻഷാ അല്ലാഹ്.